നിധിയുടെയും ഗൗതമിൻ്റെയും വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിയും ഗൗതമും ബാഗുകളെല്ലാം പാക്ക് ചെയ്ത് പുലിപ്പാറയ്ക്ക് പോകാൻ റെഡി ആവണില്ലേ. അവിടെ ഒരു മനോഹാരിതയുണ്ട്, അവിടെ പോയി കാണാൻ മനോഹരമാണ് എന്നെല്ലാം നിധി വിശേഷിപ്പിക്കുമ്പോൾ ഗൗതം പറയുന്നത്, അതെന്താ സ്വിറ്റ്സർലാൻഡ് ആണോ? സ്വിറ്റ്സർലാൻഡ് ഒന്നുമല്ല, പക്ഷേ ആ പുലിപ്പാറയ്ക്ക് ഒരു ഭംഗിയുണ്ട്, അതിൻ്റേതായ ഒരു നാടൻ തനിമയുണ്ട്, പ്രകൃതി രമണീയമായ ആ സ്ഥലമാണത്. അവിടെ പോയി കഴിഞ്ഞാൽ ഗൗതം എന്താണെങ്കിലും 3 ദിവസം എന്ന് പറഞ്ഞു പോകുമ്പോൾ അവിടെ 5 ദിവസം നിന്നിട്ട് വരാം, 2 ദിവസം കൂടെ നിന്നിട്ട് പോവാം നിധി എന്ന് ഗൗതം പറയും. ഉറപ്പാണ് എന്ന് പറഞ്ഞ് ആ സ്ഥലത്തെ വിശേഷിപ്പിക്കുകയാണല്ലേ. ഇവരുടെ കൂടെ പോവാനായിട്ട് വസുന്ധരയും റെഡിയാവുന്നുണ്ട്. അവിടെ നിന്നാണെങ്കിൽ ചന്ദ്രികയുണ്ട്, നിഖിലുണ്ട്, അതേപോലെ രേണുകയുണ്ട്, പിന്നെ ശിവാനിയുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ പുലിപ്പാറയിലോട്ട് പോവാണ്. ശിവാനിക്കും അതിലെല്ലാം വിശ്വാസമുണ്ടല്ലേ, ശിവാനിയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇവർ ഉത്സവത്തിന് വേണ്ടി പോവുകയാണ്. അവിടെ ഒരു നേർച്ചയുണ്ടല്ലേ, നാഗയക്ഷിയുടെ പൂജയുണ്ട്, നാഗയക്ഷിയാണ്, നാഗകന്യകയാണ് എന്നെല്ലാം പറഞ്ഞ് വിശേഷിപ്പിക്കുമ്പോൾ വസുന്ധരയ്ക്ക് അതൊന്നും ഇഷ്ടമാവുന്നില്ല. വസുന്ധര അവിടെ പോയി നാഗയക്ഷിയുടെയും നാഗകന്യകയുടെയും ശാപം വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടെ പോയിട്ടും നിധിക്ക് ഒരുപാട് പണികൾ ഒരുക്കുന്നുണ്ട് വസുന്ധര. പക്ഷേ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് നാഗകന്യകയുടെയും നാഗയക്ഷിയുടെയും ആ ഒരു സാന്നിധ്യത്തിൽ നമ്മുടെ നിധിക്ക് അവിടുന്ന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. വസുന്ധര ചെയ്യുന്നതും ശിവാനി ചെയ്യുന്നതുമായ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുകയാണല്ലേ. അത് ആലോചിക്കുമ്പോൾ നമ്മുടെ നിധി ശരിക്കും ഭാഗ്യവതിയാണ്. നിധി പറയുന്നതെല്ലാം ഗൗതം കേൾക്കുന്നുണ്ടല്ലോ. ഒരു പക്ഷേ നിധി പറയുന്നതിനേക്കാൾ കൂടുതൽ ചന്ദ്രിക, അമ്മായിമ്മ പറയുന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തും സ്നേഹത്തിൻ്റെ പുറത്തുമാണ് നമ്മുടെ ഗൗതം ഇപ്പോൾ ആ ഒരു പുലിപ്പാറയിലോട്ട് പോയിട്ടുള്ളതല്ലേ. അവിടെ പോയിട്ട് പൂജയും വഴിപാടും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും. ഗൗതമും നിധിയും ഇപ്പോൾ സ്നേഹിക്കുന്നതിൻ്റെ 10,000 ഇരട്ടി സ്നേഹവും കൊണ്ടായിരിക്കും അവിടെ നിന്ന് തിരിച്ചു വരിക കേട്ടോ. അവർ പിന്നെ മെയ്ഡ് ഫോർ ഈച്ച് അതറിൻ്റെ ഡബിൾക്ക് ട്രിപ്പിളായും ആ ഒരു കപ്പിളായിട്ടാണ് അവർ അവിടെ നിന്ന് മാറാൻ പോകുന്നത്. വസുന്ധരയാണെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് പണി കിട്ടി ആകെ ശോകമുഖമായിട്ടായിരിക്കും ഇനി വസുന്ധരയെ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും റിവ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.